Bir çift suna beslenir, beslenir. നിങ്ങളോട് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. അന്റെ ഏത് കാര്യത്തിൽ ഇടപെട്ടു അയ്യ പറയണത്? ഒന്നും അറിയാത്ത പോലെ നടിക്കണ്ട. നിങ്ങൾ സഫ്നാന്റെ ബാപ്പാനോട് ഇന്നെ പറ്റി എന്തൊക്കെയാ വേണ്ടാത്ത പറഞ്ഞു കൊടുത്ത്? ഈ എന്താ പറയണത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. നിങ്ങൾ വിചാരിച്ചു ഞാനൊന്നും അറിയില്ല എന്നല്ലേ? മോനെ അനസേ, അന്നെ ആരോ കാര്യമായി തെറ്റിദ്ധരിപ്പിച്ചിരിക്കണം. നിങ്ങളുടെ നാടകമൊന്നും എന്റെ അടുത്ത് നടക്കൂല. ആവശ്യമില്ലാതെ ഇന്റെ കാര്യത്തിൽ ഇടപെട്ടാ ഇമാമാണോന്നൊന്നും ഞാൻ നോക്കൂല. എന്നെ പിടിക്കൊന്നും വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അനസേ, ഇതിനു മുമ്പ് നിന്നെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. കൂടുതൽ ലോഹ്യൊന്നും കാണിക്കണ്ട. എന്തിനാ വിളിച്ചതെന്ന് പറ. ഓന് നല്ല വിഷമമുണ്ട്. ബെർലി സാഹിബ് മോക്ക് വേറെ കല്യാണം ആലോചിക്കണം. നിന്നെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ അവിടെ എത്തിക്കുന്നത് ആ ഇമാമ. എവിടെയും കയറി ഇടപെട്ട് ഇപ്പൊ കുട്ടികളുടെ പ്രേമം കലക്കൽ അയാളുടെ പണി. ചോദിക്കണം, ഇതിനൊക്കെ കണക്ക് ചോദിക്കണം. നീ ഞങ്ങളുടെ കൂടെ നിന്ന് തന്നാ മതി. മതത്തിന്റെ പേരും പറയും നമ്മുടെ കുടുംബങ്ങളിൽ കയറി ഇറങ്ങരുത് നമ്മളോട് പലവട്ടം ഫോൺ ചെയ്തതാ. ഇനി നമുക്ക് നമ്മുടെ പണി നോക്കാം. സ്ഥലവും സമയവും ആളെയെല്ലാം നിങ്ങൾ തീരുമാനിച്ചോ. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഇത് വെച്ച പറയാം. ഈ രാത്രി അയാളുടെ അവസാനത്തെ രാത്രി ആയിരിക്കണം. ഇമാമിന്റെ മരണം ഉറപ്പുവരുത്തിട്ട് നീ അവിടെ നിന്ന് ഇറങ്ങാം. ശരി. പ്രകാശിന്റെ വീട് ഇമാമിന്റെ വീടിനടുത്തായോണ്ട് അത്ര പെട്ടെന്ന് ആരും അവനെ സംശയിക്കില്ല. എന്നാ ഞാൻ അനസിനെ വിളിക്കട്ടെ? അവനെ വിളിക്ക്. ഇമാമിനോടുള്ള എന്റെ വിരോധം അവർ മുതലെടുക്കുകയായിരുന്നു. നിങ്ങൾ എന്താ ഈ പറയണത്? ആണായിട്ടും പെണ്ണായിട്ടും ഒരൊറ്റ മോളമുള്ള എനിക്ക് ഒരു പണിയില്ലാണ്ട് 24 മണിക്കൂറും തെണ്ടി തിരിഞ്ഞ് നടക്കണ ഈ ചെക്കന് ഞാൻ എങ്ങനെ കെട്ടിച്ചു കൊടുക്കാനാ? പണിയും കൂലിയും ഇല്ലാത്തത് ഇപ്പോഴല്ലേ. ഓൻ MBA ഫിനാൻസ് കഴിഞ്ഞതാ. ബാപ്പാക്ക് അവിടെ നല്ല ബിസിനസ്സാ. ഓൻ അങ്ങോട്ടൊന്ന് എത്തി കിട്ടിയാൽ മതി. ശമ്പളമായിട്ട് എത്ര കിട്ടുന്ന വിചാരിച്ചിക്കണ്? 1.5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാവും. ഒരൊറ്റ മോനാ. പിന്നെ ഓന്റെ സ്വഭാവം. ഓന്റെ പ്രായത്തില് ഈ എന്തൊക്കെ കാട്ടിയിട്ടുണ്ട് അതൊക്കെ തന്നെ ഓനും കാട്ടുന്നുള്ളൂ. ഈ അനസ ആരാന്നറിയോ എനക്ക്? അന്റെ കൂടെ പണ്ട് കോളേജിൽ പഠിച്ച ഫത്താഹിന് ഓർമ്മയുണ്ടോ? ഓന്റെ മോനാ. എന്നാലും അത് വേണ്ട. എന്റെ മോളുടെ കല്യാണം തീരുമാനിച്ചിരിക്കുകയല്ലേ. അവരോട് ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. എന്തേ? എടോ, നമ്മുടെ കുട്ടികളുടെ തെറ്റുകൾ തിരുത്തേണ്ടത് നമ്മൾ തന്നെയാ. അനക്ക് ഞാൻ വാക്ക് തരാം. അനസിനെ ഒരു നല്ല കുട്ടിയാക്കി അന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിത്തരാം. എന്നിട്ട് മതിയല്ല. അത് ശരിയാവില്ല. ഓന്റെ കാര്യം പറയുമ്പോ എന്റെ പെരുവരിൽ നിന്ന് ദേഷ്യം അങ്ങോട്ട് കേറി വരിക. കൂടുതലൊന്നും ആലോചിക്കണ്ട. നീ എനിക്ക് വാക്കുതാ, സഫ്നയെ അനസിന് കെട്ടിച്ചു കൊടുക്കാന്ന്. നിങ്ങൾക്കറിയോ, എന്റെ സെഫിയ മരിക്കുമ്പോ സഫനത് ഇത്രയുള്ളൊരു കുട്ടിയായിരുന്നു. ഓൾക്ക് ഒരു കുറവും വരുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ മറ്റൊരു നിക്കാഹ് കഴിക്കായിരുന്നത്. ആളുകൾ പറയും എനിക്ക് സ്നേഹിക്കണവരെ കണ്ട ദേഷ്യമാണെന്ന്. സത്യമാ, എനിക്ക് ദേഷ്യം തന്നെയാ.
എനിക്ക് അസൂയ. നിന്റെ ആശകളൊക്കെ മനസ്സിലൊതുക്കി വെച്ച് നിന്റെ മോളെ ഞാൻ വളർത്തിയത് ഉമ്മയില്ലാതെ വളർന്നതുകൊണ്ട് ഓള് വഴിതെറ്റിപ്പോരെന്നുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കടുപ്പത്തിൽ പെരുമാറിയത് എല്ലാരോടും. എന്നിട്ട് ഇപ്പോ ആര് വഴിതെറ്റിയെന്നാ ഈ പറയണത്? നമ്മൾ വലിയവരെല്ലാരും കൂടി ചേർന്ന് ഈ നിക്കാഹ് ഭംഗിയായി അങ്ങ് നടത്തി കൊടുക്കണം. ഇതെന്റെ മോളുടെ ജീവിതമാണ്. എനിക്ക് ഈ ലോകത്ത് മറ്റാരേക്കാളും നിങ്ങളെ വിശ്വാസമാണ്. നിങ്ങൾ പറയുന്നോണ്ട് ഞാൻ സമ്മതിക്കാം. നിങ്ങൾക്ക് വേണ്ടി മാത്രം. അനക്കെന്നെ വിശ്വസിക്കാം. ഇപ്പോഴാ ഈ ഒരു ആൺകുട്ടിയായി എന്റെ മോൻ ജീവിതത്തിൽ ആദ്യമായിട്ട് നല്ല കാര്യം ചെയ്തതല്ലേ. ഇനിയെങ്കിലും ഒന്ന് ചിരിച്ചു കൊടുക്കാൻ എനിക്ക്. പടച്ചോനെ, എന്റെ കുട്ടി. മോനെ സതീശ, മോനെ സതീശ, എണീക്കടാ. ആരുമില്ല ഇവിടെ. ഏയ് മോനെ സതീശ. എന്റെ മൊബൈലോട് മോനെ മോനെ ഇത് ഞാൻ മുമ്പേ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഈ ദൗത്യം ചെയ്യുവാനായി നീ തന്നെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നെ അപായപ്പെടുത്താനുള്ള നിങ്ങളുടെ നീക്കത്തെപ്പറ്റി എനിക്ക് മുമ്പേ വിവരം കിട്ടിയതാണ്. അത് തന്നവർ തന്നെ എനിക്ക് സംരക്ഷണം തരാൻ ഒരുങ്ങിയതാ. ഞാനാണ് അവരെ പറഞ്ഞു വിട്ടത്. എനിക്കൊരു പാതയുള്ളൂ, ദീനിന്റെ പാത. ഓരോ ചുവടിലും ഓരോ ശ്വാസത്തിലും മരണത്തെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കുന്നവൻ, അവനാണ് യഥാർത്ഥ മുസൽമാൻ. ഞാൻ അങ്ങനെയുള്ള ഒരാളാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളുടെ ആളുകളെ മതം മാറ്റരുതെന്ന് ഞങ്ങൾ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ അത് തന്നെ ചെയ്യുന്നു. ഞങ്ങളുടെ പാവപ്പെട്ട കുടുംബങ്ങളിലെ ജനങ്ങളെ നിങ്ങൾ പ്രലോഭിപ്പിച്ച് നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നു. പ്രകാശൻ, നിങ്ങൾ വല്ലാതെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഒരു നല്ല മൂമിനായി ജീവിക്കാൻ ശ്രമിക്കുക എന്നതു മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ദൈവനിയോഗം പോലെ ഇപ്പോഴിതാ നിങ്ങളുടെ മകൻ തന്നെ നമുക്ക് മുന്നിൽ. നമസ്കാരം കഴിഞ്ഞു വരുമ്പോൾ പള്ളിപ്പറമ്പെന്നൊരു കരച്ചിൽ കേട്ടു പോയി നോക്കിയതാ. അപ്പോളതാ ഇവൻ മരത്തീന്ന് വീണ് കൈയൊടിഞ്ഞു കിടക്കുന്നു. ഇവനൊരു ഹിന്ദുവിന്റെ കുഞ്ഞാണെന്ന് കരുതി ഞാൻ ഇവനെ വിട്ടിട്ട് പോണമായിരുന്നു. അപ്പൊ നിങ്ങൾ കുമാരേട്ടനെ പോലുള്ള പാവപ്പെട്ട കുടുംബങ്ങളോടും പല വിദേശികളോടും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? സഹോദര, എന്റെ ലക്ഷ്യം ആളുകളെ ഭീഷണിപ്പെടുത്തിയോ ഭയപ്പെടുത്തിയോ വല്ലതും തരാമെന്ന് പറഞ്ഞു പ്രലോഭിപ്പിച്ചോ അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല. അങ്ങനെ ഒരാൾക്കും ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനുള്ള അധികാരം ആരും നൽകിയിട്ടില്ല. അത് പാടില്ലാത്തതാണ്. ഇസ്ലാം മതത്തെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും അവന്റെ പ്രവാചകരെക്കുറിച്ചും ഖുർആനിലും ഹദീസിലുമുള്ള കാര്യങ്ങൾ അറിയാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന എല്ലാ മുസൽമാന്മാർക്കും പൊതുവായ ഒരു വലിയ ബാധ്യതയാണ് ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ ഇവിടെ ഹാജരുള്ളവർ ഇവിടെ ഹാജരില്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നത് അന്ത്യപ്രവാചകൻ വസിയത്ത് ചെയ്തതാകും. ഇങ്ങനെ ഞാൻ ചെയ്യുന്നില്ല എങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷകളെ ഞാൻ ഭയപ്പെടണം. ഹലോ
എത്ര നേരം ഞാൻ ട്രൈ ചെയ്യുന്നു, എന്താ ഫോൺ എടുക്കാത്തെ? ഫോൺ എൻ്റെ വീണുപോയി, അതാ എടുക്കാഞ്ഞേ. ബാപ്പ നമ്മുടെ കല്യാണത്തിന് സമ്മതിച്ചു. ഇന്ന് ഇമാമ വീട്ടിൽ വന്നിരുന്നു. എനക്ക് വേണ്ടി ബാപ്പാനോട് കുറേ നേരം സംസാരിച്ചു. അന്നെ ഒരു നല്ല കുട്ടിയായി ബാപ്പയുടെ മുമ്പിൽ നിർത്താന്ന് വാക്ക് കൊടുത്തിരിക്കുക. ഹലോ 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 അനസേ, അനസേ കേൾക്കുന്നുണ്ടോ? പടച്ചോനെ, ഇമാം. എന്നെയല്ലേ നിങ്ങൾക്ക് വേണ്ടത്? എന്നെ കൊന്നാൽ നിനക്ക് നിന്റെ ലക്ഷ്യം നേടാമെങ്കിൽ നീ എന്നെ കൊന്നോളൂ. പക്ഷേ എനിക്കൊരപേക്ഷയുണ്ട്. ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് നീ അത് ചെയ്യരുത്. കാരണം അവന്റെ പിഞ്ചു മനസ്സിന് അത് താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല. എന്താ എന്താ അവിടെ? പടച്ചറബേ, അനസ് അനസ് അനസ്, എന്തു പറ്റി മോനെ? അനസ് അനസ്. വലിയ വീട്ടിൽ ഫത്താഹ് എന്നവരുടെ മകൻ അനസ് ഇന്നലെ രാത്രി 12 മണിക്ക് മരണപ്പെട്ട വിവരം വ്യസനസമേതം അറിയിച്ചുകൊള്ളുന്നു. പരേതന്റെ മയ്യത്ത് കബറടക്കം മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര, മനുഷ്യാ നിൻ ജീവിത അവസാന യാത്ര. മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര, മനുഷ്യാ നിൻ ജീവിത അവസാന യാത്ര. മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര. ഇണയില്ല ബന്ധു സഹായികളില്ല, പിണമാവുകിൽ നീ പണക്കാരനല്ല. തുണയില്ല ഒന്നും നിനക്കുള്ളതല്ല. ഗുണദോഷഭാരങ്ങൾ വഹിക്കുന്ന യാത്ര. മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര. മനുഷ്യാ നിൻ ജീവിത അവസാന യാത്ര. മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര. പിണങ്ങിയ ചങ്ങാതി അന്നാളിണങ്ങും, പൊടുന്നനെ ആ വാർത്ത
കേട്ട് നടുങ്ങും അനേകം പുകഴ്ത്തി പറയാൻ തുടങ്ങും അനങ്ങാതെ കണ്ണുകൾ തുറക്കാത്ത യാത്ര. ഇനി ആരെങ്കിലും ഒളു എടുത്തു വരാൻ ബാക്കിയുണ്ടോ? വലിയ വീട്ടിൽ അനസിന്റെ മയ്യത്താണ് നമ്മളിപ്പോൾ നമസ്കരിക്കാൻ പോകുന്നത്. ഈ മയ്യത്തുമായിട്ട് ആർക്കെങ്കിലും വല്ല കടബാധ്യതകളും ഉണ്ടെങ്കിൽ അവർ നമസ്കാരത്തിന് ശേഷം എന്നെയോ കുടുംബാംഗങ്ങളെയോ കാണേണ്ടതാണ്. സൊഫ് ശരിയാക്കി നിൽക്കുക. അല്ലാഹു അക്ബർ. മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര മനുഷ്യാ നിൻ ജീവിത അവസാന യാത്ര. മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര. ഒരു പുൽക്കൊടിയും നിനക്കില്ല മെയ്യിൽ, ഒരു മൺതരിയും നിനക്കില്ല കയ്യിൽ, വിരിപ്പും പുതപ്പും നിനക്കില്ല ഖബറിൽ, ഒരാളോടും മിണ്ടാത്ത ഏകാന്തയാത്ര. മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര മനുഷ്യാ നിൻ ജീവിത അവസാന യാത്ര. മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര. പടച്ച റബ്ബേ, എല്ലാം വെറും ദുസ്വപ്നങ്ങളായിരുന്നു. അല്ലാഹുവേ, എനിക്ക് നീ നേർവഴി കാണിച്ചു തരണമേ. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمد وسيلة إنك لا تخلف الميعاد